السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. ഖുൽഅന്റെ പാഠത്തിലാണല്ലോ അല്ലേ? ഇനിയും ഖുലുമായി ബന്ധപ്പെട്ട പൈസ കൊടുത്തിട്ട് ഭർത്താവ് തലാഖ് ചെല്ലലാണ്, പൈസ വാങ്ങി ഭർത്താവ് തലാഖ് ചെല്ലലാണ് ഖുൽഅ. മഹർ ഒഴിവാക്കി തന്നാൽ, മഹർ ഒഴിവാക്കി തരാം, എന്നെ തലാഖ് ചൊല്ലിത്തരൂ എന്ന് പറഞ്ഞാൽ തലാഖ് സംഭവിക്കുമോ? അത് രണ്ട് രീതിയിൽ പറഞ്ഞാൽ രണ്ട് മസലയുണ്ടാകും. ഒന്ന്, തൊല്ലിഖിനി ഫുറോൻ, ഏതാനും ഉപവിഷയങ്ങളാണ്. ലൗഖാല ഇൻ അബ്റഅത്തിനി അൻ സ്വദാഖികി ഉതല്ലിഖുകി, ഭർത്താവ് പറയുന്നതാണ് ആദ്യം ഭാര്യനോട്, മഹർ ഒഴിവാക്കി തന്നാൽ തലാഖ് ചെല്ലാമെന്ന്. ഇൻ അബ്റഅത്തിനി അൻ സ്വദാഖി, നിൻ്റെ മഹർ, നിനക്ക് തരാനുള്ള മഹർ നീ ഒഴിവാക്കി തന്നാൽ ഞാൻ നിന്നെ തലാഖ് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ, അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്ന് കരുതിയിൽ ഫബ്രാത്ത് ഒഴിവാക്കി കൊടുത്താൽ, ഫത്വല്ലക്ക, അങ്ങനെ തലാഖ് ചെല്ലിയാൽ ബരിഅ, അയാൾ ഇനി മഹർ കൊടുക്കണ്ട. വല തലഖത്ത്, അവൾ ത്വാലിഖാകും, ഖുൽഅ ചെയ്യാത്ത നിലയിൽ ത്വാലിഖാകും. ഖുൽഅ ചെയ്തു എന്നതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ത്വാലിഖായാൽ ഇനിയാൾ മഹർ കൊടുക്കണ്ട, ത്വാലിഖാകും, പക്ഷേ ഖുൽആയിട്ട് അത് കൂട്ടില്ല, പ്രതിഫലത്തിനൊന്നുമല്ല. അവൾ ഒഴിവാക്കിയത് വേറെ, തലാഖ് ചെല്ലിയത് വേറെ. ഒഴിവാക്കിയതിന് പകരം തലാഖ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഖുൽഅ അല്ല, ത്വലാഖ്. സദാഖ് ഒഴിവാക്കി തന്നാൽ എന്ന് പറഞ്ഞാൽ തലാഖ് ചെല്ല, അത് പ്രതിഫലമാക്കിയിട്ട് വെക്കാൻ പറ്റില്ല ഭർത്താവിൻ്റെ ഭാഗത്ത്. കാരണം അയാൾ കൊടുക്കേണ്ട ബാധ്യത കൊടുക്കേണ്ടതാണല്ലോ. ഇനി പെണ്ണ് ഭർത്താവിനോട് പറയാണ്, തൊല്ലിഖ്നി വ അൻത ബരീഉം മിൻ ബഹ്രി. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതൊക്കെ ഉണ്ടാവുക, നല്ലോണം ആലോചിച്ചാൽ മനസ്സിലാവും. പെണ്ണ് ഭർത്താവിനോട് പറയാണ്, പ്രതിഫലം ഒഴിവാക്കി തരാമെന്ന് അങ്ങോട്ട്, എന്നെ തലാഖ് ചൊല്ലിക്കോളൂ, വ അൻത ബരീഉം മിൻ മഹ്രി, മഹർ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു. എൻ്റെ മഹറിൽ നിന്ന് മോചിതനായ വിധത്തിൽ തലാഖ് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞാൽ, തല്ലഖഹ, തലാഖ് ചൊല്ലിയാൽ ബാനത്ത് ബിഹി, ആ മഹറിന് പകരമാണ് അവൾ വിവാഹമോചിതയായി തീരുക. കാരണം ലിഅന്നഹ സിഗത്തുൽ ഇൽതിസാമിൻ, കാരണം ഇത് ഒരു വാഗ്ദാനമല്ല, ഒരു ബാധ്യത ഏറ്റെടുത്തുകൊണ്ടുള്ള വാചകമാണ്. ആദ്യത്തെ വാഗ്ദാനമാണ്, സദാഖിനത്തോട് ഒഴിവാക്കി തന്നാൽ ഞാൻ നിന്നെ തലാഖ് ചെല്ലാം എന്ന്. അപ്പോൾ ആ തലാഖ് ചെല്ലലും ചെല്ലാതിരിക്കലും അയാളെ ഇഷ്ടമാണ്. ഒഴിവാക്കി തന്നാൽ തലാഖ് ചൊല്ലിത്തരാം എന്ന് പറഞ്ഞെടുത്തൊരു വാഗ്ദാനമാണ്. അപ്പോൾ അവിടെ തലാഖ് ചൊല്ലിയാലും അതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഒഴിവായതിൻ്റെ അടിസ്ഥാനത്തിലല്ല തലാഖ് സംഭവിച്ചത്. അയാൾ തലാഖ് ചൊല്ലി, അയാൾ മഹർ കൊടുക്കും വേണ്ട, അത് ഇത് നേരെ തിരിച്ചാണല്ലോ. എന്നെ തലാഖ് ചൊല്ലിത്തരൂ, ആ തലാഖ് ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ തലാഖിൽ നിന്ന്, മഹറിൽ നിന്ന് ഒഴിവാകുമെന്ന് പറയുമ്പോൾ അത് ഇൽത്തിസാമിൻ്റെ വാചകമാണ്. ഇങ്ങനെ ഒരുപാട് അഖദുകളിൽ വരും ഇൽത്തിസാമിൻ്റെ വാചകവും വാഗ്ദാനത്തിൻ്റെ വാചകവും. നീ എൻ്റെ അടുത്ത് തന്നാൽ, നീ എനിക്ക് ജോലി ചെയ്ത് തന്നാൽ നിനക്ക് ഞാൻ 1000 രൂപ തരാം എന്ന് പറഞ്ഞാൽ അത് വാഗ്ദാനമാണ്. എനിക്ക് 1000 രൂപ തന്നെ നിർബന്ധമൊന്നുമില്ല. നീ എൻ്റെ വീട്ടിൽ വന്നാൽ 1000 തരാം എന്ന് പറയുന്നത് വാഗ്ദാനമാണ്. അതേസമയത്ത് നീ എൻ്റെ വീട്ടിൽ വരുന്നതിന് പകരമായി ഞാൻ 1000 രൂപ ഏറ്റു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇൽത്തിസാമിൻ്റെ, നിർബന്ധമായ ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ട വാചകവും. മറ്റൊന്ന്, ഇൻ തൊല്ലഖ്തിനി, പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്നെ തലാഖ് ചൊല്ലിയാൽ, ചെറിയൊരു മാറ്റം, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നു, അബ്റഅതുക ഔ ഫഅൻത ബരീഉം മിൻ സ്വദാഖി, അല്ലെങ്കിൽ എൻ്റെ സ്വദാഖിൻ്റെ ബാധ്യത താങ്കൾക്കില്ല എന്ന് പറഞ്ഞാൽ തലാഖ് ചൊല്ലിയാൽ അവിടെയും മഹ്ർ മിസ്ലിനാണ് ബായിനാവുക.
അവിടെ നിലവിൽ കൊടുക്കാനുള്ള മഹറിനല്ല അവൾ വിവാഹമോചിതയാവുക. എന്തുകൊണ്ട്? ലി ഫസാദിൽ ഇവദ് ബി താരീഖ് ഇബ്രാഹിം, ഇബ്രാഹിനെ മറ്റൊന്നിനോട് ബന്ധിപ്പിച്ചു, തലാഖിനോട് ബന്ധിപ്പിക്കുക വഴി പറഞ്ഞ പ്രതിഫലം ഇവിടെ അസാധുവായിട്ടുണ്ട്. പറഞ്ഞ പ്രതിഫലം എന്താ? നീ എന്നെ ത്വലാഖ് ചൊല്ലിയാൽ നീ എനിക്ക് തരാനുള്ള മഹർ ഞാൻ ഒഴിവാക്കി തന്നു എന്നാണല്ലോ. അപ്പോൾ ഇവള് പ്രതിഫലം ഫാസിലായതുകൊണ്ട് മഹർ മിസ്ലാണ് കൊടുക്കേണ്ടി വരിക. കാരണം ഇബ്രാഹിനെ ഒഴിവാക്കി ത്വലാഖ് ചൊല്ലിയാൽ ഞാൻ തന്നെ ഒഴിവാക്കി തന്നു എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്തു? ഈ ഇബ്രാഹിനെ ബന്ധിപ്പിച്ചു, തലാഖ് ചെല്ലുന്നതിനോട് ബന്ധിപ്പിച്ചു. അങ്ങനെ താരീഖ് ചെയ്തുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ നടക്കൂല പറഞ്ഞാൽ ഇബ്രാഹിം നിരുപാധികം പറയേണ്ടതാണ്, ഞാൻ ഒഴിവാക്കി തന്നു എന്ന്. തലാഖ് ചെല്ലിയാൽ ഒഴിവാക്കി തന്നു എന്ന് പറയുന്നത് താലീഖോടുകൂടെയുള്ള പദമാണ്, അത് ശരിയല്ല. ഇനി ഒരു കണിഞ്ഞ മസാലയാണ്, അതുകൂടെ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, ചെറിയ പെൺകുട്ടിയാണ് ഭാര്യ. അപ്പോൾ ഹുൽഅ ചെയ്യാനുള്ള മാർഗം എന്തായിരിക്കും? പെൺകുട്ടിക്ക് ഹുൽഅ ചെയ്യാൻ പറ്റില്ലല്ലോ, മഹർ ഒഴിവാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഭർത്താവിന് മഹറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? വാപ്പയായിരിക്കും ആ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരിക. ഇപ്പോൾ അയാൾ ഈ പെൺകുട്ടിക്കാണ് മഹർ കൊടുക്കാനുള്ളത്, പക്ഷെ മഹർ ഒഴിവാക്കാൻ ചെറിയ പെൺകുട്ടിയാണോ ഭ്രാന്തയൊക്കെയാണ്, മഹ്ജൂറത്താണ്, ജപ്തി ചെയ്യപ്പെട്ട പെണ്ണാണ്, എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് സമ്പത്തിന് കൈകാര്യം ചെയ്യാൻ അധികാരമില്ലാത്ത പെൺകുട്ടിയാണ്. അപ്പോൾ ഹുല്ല് ചെയ്യണം. മഹറിന് പകരമായിട്ട് ഹുല്ല് ചെയ്യാൻ എന്താ മാർഗം? അത് അവൾക്ക് കൊടുക്കാനുള്ള ബാധ്യത, ഇയാളിപ്പോൾ പെൺകുട്ടിക്ക് കൊടുക്കാനുള്ള ബാധ്യത എന്ത് ചെയ്യുക? വാപ്പാനോട് തരാൻ പറയാം. വാപ്പാൻ്റെ മേൽ ചാരിയിട്ട് ചെയ്യും. ഒന്ന് ശ്രദ്ധിക്കേണ്ട മസലയാണത്. വാബു സറാഅത്ത് എന്നവർ ഫത്വ നൽകി, ഫീമൻ സാല സൗജത് ബിനത്തിഹി ഖബുലൽ വത്ത്, മകളെ ഭർത്താവിനോട് ചോദിച്ചു, വത്ത് നടന്നിട്ടില്ല, അയ്യുത്തല്ലിഖഹ, അവളെ ത്വലാഖ് ചെല്ലാൻ, അലാ ജമീ സ്വദാഖിഹ, അയാൾ അവൾക്ക് കൊടുക്കാനുള്ള മുഴുവൻ മഹറിന് പകരമായി ത്വലാഖ് ചെല്ലാൻ വേണ്ടി മകളെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വാപ്പാക്ക് ആവശ്യപ്പെടാമല്ലോ. ഒരു 5 പവനാണ് അവൾക്ക് കൊടുക്കേണ്ടിയിരുന്നത്, നീ ത്വലാഖ് ചൊല്ലിത്തരണം 5 മഹറിന് പകരമായി. മൽത്തസം ബിഹി പാൽദുവ, ഞാൻ അതേറ്റു എന്ന് പറയാം. കാരണം ബാപ്പ മകളെ തലാഖ് ആവശ്യപ്പെടുമ്പോൾ പിന്നെ ഭർത്താവ് കൊടുക്കാനുള്ള 5 പവന് വാപ്പ കൊടുക്കേണ്ടി വരൂലേ? അതാണ് വൽത്തസം ബിഹി പാൽദുവ, അത് ഞാൻ കൊടുത്തോണ്ട് എന്ന് പറയാം. അപ്പോൾ അയാൾ രക്ഷപ്പെടും. അതിനെന്ത് ചെയ്യണം? ആദ്യം അഹ്താലമിൻ നഫ്സിഹി അലാ നഫ്സിഹി ലഹാ വയ്യ മഹ്ജൂറത്തു, അവൾ കുട്ടിയോ ഭ്രാന്തിയൊക്കെയാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാപ്പ ഏറ്റെടുത്തിരിക്കുകയാണ് ആ സംഖ്യ, അല്ലേ? അപ്പം ഇനി അയാളെന്ത് പറയണം? ഞാൻ അവൾക്ക് കൊടുക്കാനുള്ള ആ സ്വദാഖിൻ്റെ ബാധ്യത ഭർത്താവ് വാപ്പ ഏറ്റെടുക്കണം. ഭർത്താവ് പെണ്ണിന് കൊടുക്കാനുള്ള ബാധ്യത എന്ത് ചെയ്യണം? വാപ്പ ഏറ്റെടുക്കണം. വഹ്താല മിൻ നഫ്സിഹി അലാ നഫ്സിഹി ലഹ, ഈ പെൺകുട്ടിയാണല്ലോ, അപ്പോൾ പെൺകുട്ടി തന്നെയാണ് പറയേണ്ടതിന് പകരം വാപ്പയാണ് പറയേണ്ടത്, വാപ്പയാണ് എന്താക്കേണ്ടത്? സ്വീകരിക്കേണ്ടത്. ഹവാല എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ ഇടപാട്, ഹവാല ഇടപാട്. എനിക്കൊരാൾ പൈസ തരാനുണ്ട്, ഞാൻ വേറെ ആൾക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ള ആളോട് പറയാം, എനിക്ക് തരാനുള്ള പൈസ എനിക്ക് തരാനുള്ള ആളുടെ മേലിൽ ഞാൻ
ചാരിയിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാളോട് വാങ്ങേണ്ടതാകുന്നു എന്ന് പറയാം. അപ്പം ഈ പെൺകുട്ടിക്ക് കൊടുക്കാനുള്ള ഈ മഹർ എന്ത് പറയാം, ഈ മഹർ ഇനി വാപ്പ തരുമെന്ന് പറയാം. കാരണം വാപ്പയാണല്ലോ ഏറ്റെടുത്തത്. പക്ഷേ ഈ പെൺകുട്ടിക്ക് അത് സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് സ്വീകരിക്കുന്നതും ഏറ്റെടുക്കുന്നതും പിതാവാണ്. അതാണ് ഈ പറയുന്നത്. മഹത്താലമിൻ നഫ്സിഹി, അയാൾ തന്നെ ആ ബാധ്യത ഏറ്റെടുത്തു. അലാ നഫ്സിഹി, അയാളുടെ മേൽ തന്നെ ഏറ്റെടുത്തു. ലഹ, അവൾക്ക് വേണ്ടി. ഇപ്പോൾ പെൺകുട്ടിക്ക് ഇയാൾ മഹർ കൊടുക്കണമല്ലോ. അപ്പോൾ ഈ മഹറിൻ്റെ ബാധ്യത എന്ത് ചെയ്തു, ഇനി വാപ്പയുടെ മേലിൽ വാപ്പയാണ് തരിക എന്ന് പറയാം. ഈ വിഷയത്തിൽ ഫത്വ നൽകി. എന്ത് ഫത്വ നൽകി? ബിഅന്നഹു ഖുൽഉൻ, അത് ഖുൽ ആണ്. അലാ നദീരി സദാഖിഹാ ഫീ ദമ്മത്തിൽ, വാപ്പാൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള അവളുടെ മഹറിന് പകരം. നേരെ അവളിൽ നിന്ന് ഖുൽ ചെയ്യാൻ സാധ്യമല്ല. അപ്പം എന്ത് ചെയ്തു, വാപ്പ ഏറ്റെടുത്തിരിക്കുന്നൊരു മഹർ 5 പവന് വാപ്പ കൊടുക്കണമല്ലോ ഇവൾക്ക്. ആ മഹറിന് പകരം എന്ത് ചെയ്തു, ഖുൽ ചെയ്തു. ഞാൻ പക്ഷേ ഷർത്ത് സിഹത്തി ഹാദില, ഈ ഹവാല ശരിയാകാനുള്ള ഷർത്ത് അൻ യുഹൈലഹു സൗജ് ബിഹി ലിബിൻതിഹി. ആ നേരത്തെ പറഞ്ഞ തന്നെ ഭർത്താവ് എന്ത് ചെയ്യണം, ആ മഹർ അയാളുടെ മകൾക്ക് കൊടുക്കാനുള്ള, അഥവാ അയാളുടെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള മഹറിനെ വാപ്പയുടെ മേലിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കണം. ഇതിലാബുദ്ധ ഫിഹാബി ഈജാബി മഖബൂൽ, അവിടെ ഈജാബും കബൂലുമാണല്ലോ. അപ്പോൾ പെണ്ണിന് വേണ്ടി പെണ്ണിനോട് പറയാണ്, നിനക്ക് നൽകാനുള്ള മഹർ ഞാൻ നിനക്ക് നൽകി എന്ന് പറയുമ്പോൾ പെണ്ണിനോട് പറഞ്ഞാൽ സ്വീകരിക്കാൻ പെൺകുട്ടിക്ക് അവകാശം ഉണ്ടാവില്ല. അപ്പോൾ സ്വീകരിക്കുന്നതും വാപ്പയാണ്. പെൺകുട്ടിക്ക് വേണ്ടി സ്വീകരിക്കുന്നതും വാപ്പയാണ്, അത് ഏറ്റെടുക്കുന്നതും വാപ്പയാണ്. ഒമാതാലിക്ക്, അതോടുകൂടെ തന്നെ ലാ തുസില്ല ഫിൻസ്വി താലിക്ക, പകുതിയിൽ മാത്രമേ എന്താവുള്ളൂ സഹിയാവുള്ളൂ. എന്താ കാരണം മഹർ മുഴുവനിൽ ഖുൽ സഹിയാവൂല. ലി സുഖൂത്തി നിസ്ഫി സദാഖിഹ അലൈബി ബൈനൂനത്തിഹ മിൻഹു, അവൾ വത്ത് ചെയ്യപ്പെടാത്ത പെൺകുട്ടിയാകുമ്പോൾ വത്ത് ചെയ്യപ്പെടാത്ത പെൺകുട്ടിയെ പെണ്ണിനെ തലാഖ് ചെല്ലിയാൽ പകുതി മാത്രമേ എന്താവുള്ളൂ ഒഴിവായി പോവുള്ളൂ, പകുതി കൊടുക്കേണ്ടി വരുള്ളൂ. പകുതി തിരിച്ചു വാങ്ങാവുന്നതാണ് അല്ലേ. തലാഖ് ബന്ധപ്പെടുന്നതിന് മുമ്പ് ഒരു പെണ്ണിനെ തലാഖ് ചെല്ലിയാൽ മുഴുവൻ മഹറിനും അവൾക്ക് അവകാശം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഈ ഖുൽ എന്തിലേ സഹിയാകുള്ളൂ, ഇല്ലാ നിസ്ഫി സാലിക്ക, പകുതിയിൽ. ഇത് സുഖൂത്തി നിസ്ഫി സദാഖിഹ അലൈഹി, കാരണം പകുതി മഹർ അയാൾ നൽകേണ്ടതില്ല. ബി ബൈനൂനത്തിഹ മിൻഹു, കാരണം അവൾ അയാളിൽ നിന്ന് ബായിനായി തീർന്നിട്ടുണ്ട്. അപ്പം ഇനി ഭർത്താവിന് ലഭിക്കാനുണ്ടാകും അല്ലെങ്കിൽ വാപ്പയുടെ മേൽ നിസ്ഫുഹു, പകുതി ഉണ്ടാകും. അപ്പോൾ പകുതി അങ്ങനെ പോയി കിട്ടി. ഇനി എന്ത് ചെയ്യണം, വാപ്പ ഇപ്പം മുഴുവൻ മഹറിനാണല്ലോ ഖുൽ ചെയ്തിട്ടുള്ളത്. ഇനി വാപ്പ പകുതിയും കൂടി എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. പകുതി ഇപ്പം അങ്ങനെ ഖുല്ലിൻ്റെ പേരിൽ ഖുൽ ചെയ്തു, അതിൻ്റെ പേരിൽ പോയി. ഇനി ഭർത്താവിന് ലഭിക്കാനുണ്ടാകും വാപ്പയുടെ മേൽ നിസ്ഫുൽ ലമ്മാ സാലൂബിൻ അദീലിൽ ജമീ, കാരണം വാപ്പ അയാളുടെ മുഴുവൻ മഹറിന് തുല്യമായ മഹറിനാണല്ലോ തലാഖ് ചോദിച്ചത്. ഫീ ദിമ്മത്തിഹി, പിതാവിൻ്റെ ഉത്തരവാദിത്തത്തിൽ. ഫസ്തഹഖഹു, അപ്പോൾ ഭർത്താവിന് അയാളിൽ നിന്ന് ആ മുഴുവൻ മഹറും നൽകാനുള്ള ബാധ്യത ഉണ്ടാകും. ഒരു മുസ്തഹഖ്, ഭർത്താവ് അത്രേ നൽകേണ്ടതുള്ളൂ, അവകാശപ്പെട്ടത് ബാധ്യപ്പെട്ടത് പകുതിയേ ഉള്ളൂ. ലാ ഗൈറു, പകുതി മാത്രം, മറ്റൊന്നുമില്ല. അപ്പോൾ പിന്നെ ആദ്യം എന്താ ചെയ്യാൻ നല്ലത്, മുഴുവൻ മഹറിന് എന്ന് പറയാതെ പകുതി മഹറിന് എന്ന് പറഞ്ഞുകൊണ്ട് തലാഖ് ചോദിക്കുന്നതായിരിക്കും മുഴുവൻ ബാധ്യതയിൽ നിന്നും ഒഴിവാകാൻ നല്ലത്. അതല്ലെങ്കിൽ മുഴുവൻ ബാധ്യത എന്താവില്ല. അപ്പോൾ ത്വരീഖുഹു, അപ്പോൾ ഖുലിൻ്റെ മാർഗം ശരിക്കും മുഴുവൻ മഹറെന്നല്ല, ഒന്നും വാപ്പ ഭർത്താവിന് നൽകാൻ ബാധ്യതയില്ലാത്ത വിധം ഖുൽ നടത്താനുള്ള മാർഗം യസ്അലുൽ ഖുല ബിനദീരി നിസ്ഫിൽ ബാഖി ലിമഹ്ജൂറത്തിഹി ലിബറാഅത്തി ഇനൈദിൻ ബിൽഹവാത്തി അൻ ജമീഇ ദൈനി സൗജി. ഖുൽഅനെ ചോദിക്കുക ബിനദീരി നിസ്ഫിൽ ബാഖി, ബാക്കിയുള്ള പകുതിക്ക് തുല്യമായ സംഖ്യക്ക്. ലിമഹ്ജൂറത്തിഹി, ആർക്ക്? ഭർത്താവ് നൽകേണ്ട അയാളുടെ മകൾക്ക്, ചെറിയ പെൺകുട്ടിയായ മകൾക്ക് അയാൾ നൽകേണ്ട ബാക്കി മഹറിൻ്റെ തുല്യമായ സംഖ്യക്ക് ഖുൽ ചോദിക്കുന്നതാണ് മാർഗം. ലിബറാത്തിഹി, അങ്ങനെ ആകുമ്പോൾ
നിസ്ഫുൻ നളീറിന് ചോദിക്കുമ്പോൾ അയാൾ ഒഴിവായിത്തീരും ഹവാല കൊണ്ട് അരുവാപ്പ അഞ്ചമീ ദൈനി സൗജി ഭർത്താവിൻ്റെ മുഴുവൻ കടത്തെ തൊട്ടും ഒഴിവായിത്തീരും, ഇനി തീരെ കൊടുക്കേണ്ടി വരില്ല. ഇൻതഹ ഖാന ശൈഖുനാ വയലമാ എത്തി ശേഷം പറയുന്നതിന് ഇത് തുഹ്ഫയിലെ ഇബാറത്താണ്. ഖാല ശൈഖുന എന്ന് പറഞ്ഞ് കുറച്ച് നേരത്തെ തുടങ്ങിയതാണ്, അപ്പോൾ അതിൻ്റെതായ പ്രയാസം ഉണ്ടാകും. സ്വയമാറ്റി ശേഷം വരുന്നതിന് മനസ്സിലാകുന്നുണ്ട് അന്ന ലമാൻ എൽസമുഹു ബിഹി മഹ്റുൽ മിസ്ൽ, ഈ ലമാന് കൊണ്ട് മഹ്റു മിസ്ലേ നിർബന്ധമാവുള്ളൂ. ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ വാപ്പയാണല്ലോ ഏറ്റെടുക്കുന്നത്, നീ അവൾക്ക് കൊടുക്കേണ്ട മഹർ ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. മഹർ മിസ്ലി എന്താ അവിടെ നിർബന്ധമാവുള്ളൂ. അപ്പോൾ ഇൽസാബിന് മദ്കൂർ മിസ്ലുഹു, അപ്പം മേൽ പറയപ്പെട്ട ഏറ്റെടുക്കലും ലമാന് കൊണ്ട് മഹർ മിസ്ലിയെ നിർബന്ധമാവുള്ളൂ. ഒരു പെൺകുട്ടിൻ്റെ മഹറിൻ്റെ വിഷയത്തിൽ ഒരാൾ ലാമിൽ നിന്നാൽ മഹർ മിസ്ലിയെ നിർബന്ധമാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേൽ പറയപ്പെട്ട ഏറ്റെടുക്കലും ഇതുപോലെ തന്നെയാണ്, മഹർ മിസ്ലിയെ നിർബന്ധമാവുള്ളൂ. മുകളിൽ പറഞ്ഞ ഇൽത്തിസാമിൻ്റെ ഒരു മസ്അല, വൈലം തൂജത് ഹവാല, ഹവാല ഇല്ലെങ്കിൽ പോലും. ഇതൊക്കെയാണ് മസ്അല. ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് അടുത്ത പാഠം ആരംഭിക്കാം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.